ലേഖയുടെ പുസ്തകത്തിൽ നിറയെ പല കാര്യങ്ങളുണ്ട്. അതായത് ഇന്നത്തെ ദൈനംദിന ജീവിതത്തിൽ കാണാൻ നമുക്ക് അറിയേണ്ടതായ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതിലൊരു സബ്ജക്റ്റ് കൂടെ ഞാൻ ചോദിക്കുകയാണ്. ഓക്കെ. അതായത് സ്ത്രീകളുടെ പ്രശ്നം, മെനോപോസ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു മെനോപോസ് ടൈമിൽ ആ സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന, അതെ, ശാരീരിക പ്രശ്നം, മാനസിക പ്രശ്നം, ഇതൊക്കെ വളരെ വിശദമായി ലേഖ എഴുതിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അത് അതും എഴുതാനുണ്ടായ സാഹചര്യം വീട്ടിൽ നിന്ന് തന്നെയുള്ള ചിന്തകളുണ്ട്, അമ്മ അനുഭവിച്ചു പോന്നിട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഗീതേച്ചിയുടെ ഒരു കഥയുണ്ടായിരുന്നു, രണ്ടാമത് വയസ്സറിയിക്കുന്നത്. അതെ അതെ. ആ രണ്ടാമത് വയസ്സറിയിക്കുക എന്നുള്ള ഒരു ചിന്ത, അതൊരു വ്യത്യസ്തമായ ഒരു ചിന്തയാണ്. വയസ്സറിയിക്കൽ അല്ലേ? ഞാൻ മത്തിൽ എഴുതിയത്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ആദ്യം വയസ്സറിയിക്കൽ ആഘോഷമാണ്, രണ്ടാമത്തെ വയസ്സറിയിക്കൽ എന്ന് പറയുന്നത് ഒരു ദുഃഖകരമായിട്ടാണോ, ഭയപ്പെടുത്തുന്നതായിട്ടാണോ, ഒരു വേറൊരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒരെന്നാണ്. അതുകൊണ്ട് അതെന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ആ ഒരു 9ാം ക്ലാസ്സുകാരി ആ ഒരു ഇളം കാറ്റിൽ അവളുടെ ഒരു അടിവസ്ത്രത്തിൽ ആ നനഞ്ഞതിൽ നിന്നൊരു രക്തത്തിന്റെ മണം എന്നാണ് ആദ്യം പറയുന്നത്. അപ്പൊ അതിനോട് കൂടെ അവള് ഒരു ചെറിയൊരു പ്രണയം, അന്ന് വരെ കാണാത്ത അവന്റെ എന്നും കാണുന്ന അവനാ അവള് പിന്നെ തിരിഞ്ഞു നോക്കാണ്. ഇടവിട്ട പല്ലും ആ ഉറക്കം തൂങ്ങുന്ന കണ്ണുകളും, പക്ഷെ അതേ ആളാ ആ ഒരു 45-ന് ശേഷം വീണ്ടും കുട്ടികള് സ്റ്റുഡൻസ് ഒത്തുകൂടുമ്പോ കാണുന്ന തൊട്ടടുത്തിരിക്കുന്നത്. പക്ഷെ അവൾക്കൊന്നും തോന്നില്ല, അതേ ഉറക്കം തൂങ്ങുന്ന കണ്ണുകളും സുന്ദരനായ അവൻ അടുത്തുണ്ട്. അപ്പൊ അവള് ചിന്തിക്കുന്നത്, ഇത് എന്നിലെ സ്ത്രീത്വം അസ്തമിക്കുന്ന ആ രക്തക്കറ നിന്ന് പോയത് ഇതും ഒരു വയസ്സറിയിക്കലാണോ എന്നാണ് അതിൽ ചോദിക്കുന്നത്. ചെറിയൊരു സംഭവം. അതാണ് രണ്ട് കാലഘട്ടം, ഒന്നൊരു ഉത്സവകാലം എന്ന് തന്നെ വേണം പറയാൻ. ആദ്യത്തെ വയസ്സറിയിക്കൽ എന്ന് പറയുമ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്നു, അവളുടെ മനസ്സിലും പ്രവൃത്തിയിലും ഒക്കെ ചേഞ്ചസ് വരുന്നു, ഹോർമോണൽ ചേഞ്ചസ് കാരണം ഉണ്ടാവുന്ന കാര്യങ്ങൾ, പ്രണയം ഉണ്ടാവുന്നു, അങ്ങനെ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങളിൽ കൂടി കടന്നു പോകുന്നു. അതെല്ലാം സന്തോഷത്തിൻ്റെതാണ്. പക്ഷേ അടുത്ത വയസ്സറിയിക്കൽ എന്ന് പറയുമ്പം സന്തോഷം മാഞ്ഞു പോവുകയാണ്, വാർദ്ധക്യത്തിലേക്ക് കടക്കുകയാണോ എന്നുള്ള ഒരു ചിന്ത. അതല്ലാതെ അവരുടെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് അവർ തന്നെ അറിയാതെ അനുഭവിക്കുന്ന ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെ അവർ വല്ലാതെ ഡള്ളായി പോകുന്ന അവസ്ഥകളുണ്ട്. ഒരുപാട് പലർക്കും പല രീതിയിലായിരിക്കും എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. അപ്പോൾ ഇതിനോടെല്ലാം കടന്നു പോകുന്ന അത് പലപ്പോഴും നമ്മുടെ സമൂഹം മനസ്സിലാക്കുന്നില്ല. എല്ലാവർക്കും ഉള്ളതല്ലേ, എല്ലാം പറയുന്ന പോലെ തന്നെ പ്രസവത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാലും ആർത്തവ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും പൊതുവേ ഉള്ള ഒരു ചോദ്യം എല്ലാ സ്ത്രീകൾക്കും ഉള്ളതല്ലേ, അവരെല്ലാം ജീവിച്ചില്ലേ, പിന്നെ നിനക്കെന്താ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം വരും. പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകരുതാത്തതാണ്. അത് മനസ്സിലാക്കുന്നില്ല സമൂഹം. കാരണം ഓരോ സ്ത്രീയും വ്യത്യസ്തമാണ്. ഓരോ സ്ത്രീക്കും ചിലപ്പോൾ ഈ ശാരീരിക പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അറിവുള്ളവർ കാണും, അല്ലെങ്കിൽ അതിന് കഴിവുള്ളവർ കാണും, ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എല്ലാവരും അതുപോലെ ചിലപ്പോൾ മനസ്സിലാവുന്ന പോലും ഇല്ല ഇതെന്താണ് എൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ ഹോട്ട് ഫ്ലാഷസ് ഉണ്ടാകുന്ന ഒരു സമയം, ഒരു തീക്കനൽ കയറി വരുന്ന പോലത്തെ ഒരു അനുഭവമാണെന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു കുറച്ച് സമയത്തേക്കാണെങ്കിൽ പോലും ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒരു വിഷമം അത് ആരോടാണ് പറയുക? അത് പറഞ്ഞ് മനസ്സിലാക്കാത്ത അത് അവർക്ക് സ്വയം മനസ്സിലാകുന്നില്ല ഇതെന്താണ് എൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്നത്, ചിലപ്പം വലിയ രോഗം വല്ലതുമാണോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരുപാടൊക്കെ വായിച്ച ആൾക്കാർക്ക് അറിയാം. ഇതും അറിയാത്ത, പക്ഷേ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് പുരുഷന്മാർ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു എനിക്ക് ഇത്രയും വിവരങ്ങൾ അറിയില്ലായിരുന്നു ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അറിയുന്നത് അവരെല്ലാം എഡ്യൂക്കേറ്റഡ് ആണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അവരറിയാൻ ശ്രമിച്ചിട്ടില്ല, അവർക്ക് അറിയുകയില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഇതിൽ നിന്നൊക്കെ ഈ പുസ്തകം ഒരു ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഒത്തിരി മനുഷ്യർക്ക് അറിയാൻ കഴിഞ്ഞു. ഇനിയും തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നതായിരിക്കും. പലപ്പോഴും എൻ്റെ ഭാര്യയെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി, അങ്ങനെയൊക്കെ സങ്കടപ്പെട്ട പുരുഷന്മാരും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, നല്ലൊരു കാര്യമാണ്. എന്താ വെച്ചാൽ നമ്മളാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഇത്രയും അറിയുന്ന നമ്മളാണെന്നുണ്ടെങ്കിലും ചിലവരുടെ പെരുമാറ്റ രീതി, ഇപ്പൊ നാട്ടിലെല്ലാം പോയി കഴിഞ്ഞാൽ 2 വർഷം മുന്നേ നമ്മൾ കണ്ടപ്പോൾ ഓടി വന്ന് സംസാരിക്കുന്ന ആള് മുഖം തിരിച്ചു പോകുന്നൊരവസ്ഥ. അതായത് എന്താ ഇവക്ക് പറ്റിയെന്ന് തോന്നില്ല. നമ്മളെ കാണുമ്പോ എക്സ്പ്രഷൻ ഒന്നുമില്ല, ഒന്നുമില്ല, നേരെ അങ്ങ് തിരിഞ്ഞു പോവാണ് ഏതെങ്കിലും ഒരു കടയിലേക്ക് നോക്കിയിട്ട്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ്. അപ്പൊ എന്താണ് ഇവൾക്ക് പ്രശ്നം? ഞാൻ ദൈവമേ അറിഞ്ഞോ അറിയാതെയോ ഇവള് ഒന്നും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, എന്താ ഇവക്ക് പറ്റിയത്?
എന്ന് തോന്നുന്നു. പിന്നീടാണ് പിന്നെ ചിന്തിക്കുകയാണ് നമ്മളിത് പലതും വായിച്ചത് കൊണ്ടും എല്ലാം നമ്മളും ചിലപ്പോൾ മൂഡ് ഓഫ് ആയിട്ട് ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ വലിക്കുന്നു, അങ്ങനെ ഞാൻ പോകൂല എന്ന് പറഞ്ഞിട്ടൊരു വാശി അറിഞ്ഞുകൊണ്ട് ശ്രമിക്കുന്ന അല്ല. അപ്പോ ഇപ്പോഴും ചിന്തിച്ചു പോകുന്ന അതുകൊണ്ടായിരിക്കാം, പക്ഷെ അതുകൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും. അവളെല്ലാം എന്നോട് മാത്രല്ല. അപ്പൊ ഞാൻ എന്റെ ചുറ്റുവട്ടത്തുള്ള ചിലവരെടുത്ത് പറയും എന്താ അവർക്ക് പറ്റിയത്, നമ്മളെടുത്തും അങ്ങനെ തന്നെയാണ്, ഇപ്പൊ കുറച്ചായിട്ട് അങ്ങനെയാണ് അത് പറയുന്നുണ്ട്. അപ്പൊ ഒരു ഒഴിഞ്ഞു മാറില്ല എല്ലാത്തൊന്നും. അവളതായ ഒരു വേണ്ട എന്താണെന്ന് അറിയില്ല. അപ്പം ഇതില് പറഞ്ഞതുപോലെ ആ ഒരു നല്ല ഇടതൂർന്ന നല്ല ചുരുള മുടിന്റെ ഇടയിൽ നരച്ച മുടി വരാൻ തുടങ്ങി. ആ മാറ്റങ്ങള് ചിലവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതായത് നമ്മളൊന്നും അല്ലാണ്ടാവുകയാണ്. ആ ഒരു എത്ര ഒരുങ്ങിയാലും നമ്മളെ ഒരു തൃപ്തി കിട്ടുന്നില്ല മുന്നത്തെ പോലെ. എന്തൊക്കെയോ ചുളിവുകൾ വരുന്നത് മുഖത്ത്. അപ്പൊ അതിന്റെ ഒരു മൂഡ് ഓഫും ആവാം. സൗന്ദര്യബോധം കൂടുതലുള്ള സ്ത്രീകൾക്ക് അതും കൂടെ വന്നിട്ട് അതും കൂടെ മാനസിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളുമായിട്ടുള്ള ഒരു ഇഴുകിച്ചേരലാണ് അതിൽ സംഭവിക്കുന്നത്. ഏത് AC റൂമൊന്നും വേർത്ത് കുളിക്കല് അത് ഉണ്ടാവും. ഇതൊക്കെ അത് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ശരീരത്തിൽ വരുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് ചിലർക്ക് വല്ലാത്തൊരു ഭയം ഉണ്ടാകുന്നു, ചിലർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ പലതായിട്ട് ഒക്കെ ഉണ്ടാവുന്നതുണ്ട്. അപ്പൊ നമ്മൾ മറ്റൊരു സ്ത്രീയെ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. അവര് അങ്ങനെയാണല്ലോ, അവർക്കത് കുഴപ്പമില്ലല്ലോ, പിന്നെ നിനക്കെന്താ. അവർക്ക് കുഴപ്പങ്ങളുണ്ടെങ്കിലും അവർക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മാനസിക ബലമുണ്ടായിരിക്കാം, അറിവുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പലതരമാണല്ലോ, മനുഷ്യർ പലതരമാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും സാധാരണ മെൻസസ് മാസത്തിൽ വരുന്ന മാസമുറ ടൈമിലും ഭയങ്കര ദേഷ്യം വാശിയെല്ലാം വരുന്ന പിന്നീട് എന്താണെന്ന് എനിക്ക് പറ്റിയത് ബോധമൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോ അതല്ല അന്നേരം ആ സമയമായിരുന്നു, ആ ബ്ലീഡിങ്ങിന്റെ സമയമായിരുന്നു, അന്നേരം എനിക്ക് ഞാൻ കയ്യിൽ കിട്ടിയതെല്ലാം എറിയും, അതാണ് എന്റെ രീതി എന്നെല്ലാം പറയുന്നത്. പലരിലും പല രീതിയിലായിരിക്കും. അപ്പൊ അതിനെയൊന്നും നമ്മള് മറ്റൊരാൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ നിനക്ക് എന്താ എന്നുള്ള ചോദ്യം ഒരിക്കലും ചോദിക്കരുത് എന്നുള്ളതാണ്. അവരുടെ അവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ചുറ്റുപാടുകൾ ആരാണോ, ഭർത്താവട്ടെ കുട്ടികളാവട്ടെ, അത് മനസ്സിലാക്കി കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ. കൂട്ടുകാരാണെങ്കിലും അറിയുക, മനസ്സിലാക്കുക, വേണ്ട ഒരു ബലം കൊടുത്ത് കൊണ്ടുപോവുക എന്നുള്ളത് കൂട്ടുകാരും ചെയ്യേണ്ട സത്യം. ഒരു വാക്ക് പറയാനുണ്ടാവുക. നമ്മളൊരു കൂട്ടുകാരി എന്തോ ഒരു മൂഡ് ഓഫിലാണ്, എന്താണ് അവൾക്ക്, അത് നേരിട്ട് ചോദിക്കുന്ന നല്ലത്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് തന്നെ നമ്മുടെ അടുത്തൊക്കെ ചിലപ്പോൾ മുഖം തിരിക്കുമായിരിക്കും, ഒരു വെറുപ്പ് കളിക്കായിരിക്കും, എന്നാലും നമ്മളൊന്ന് മയത്തിലെടുത്ത് നമ്മളെ കൊണ്ട് ഓക്കെ ഷൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ ഓക്കെ അവളുടെ പ്രശ്നമാണ്, കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് സംസാരിക്കാന്നുള്ള നിലപാട്. അതന്നെയല്ല, വയസ്സായ പുരുഷനെ പോലെയല്ല വയസ്സായ സ്ത്രീ എന്ന് പറയുമ്പോൾ അവരെ ഈ തള്ള കളവി അല്ലേ, പുരുഷന്മാരെ അത്ര കണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ വാക്കുകൾ കൊണ്ടൊക്കെ അധിക്ഷേപിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഈ വാക്കുകളെയൊക്കെ സ്ത്രീകൾ ഭയപ്പെടുന്നുണ്ട്, ഈ വിളികളെയൊക്കെ സ്ത്രീകൾ ഭയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ആർത്തവ വിരാമം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഈ പേരിനൊക്കെ പാത്രമാവുകയാണോ, അതിലേക്ക് പോവുകയാണോ എന്നൊക്കെ ചിന്ത ഉണ്ടാവും. നമ്മള് പേര് വിളിച്ച് അവള് ചുറ്റുപാടും പേരാ കേൾക്കുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോ ആൾക്കാർ ചേച്ചി എന്ന് വിളിക്കാൻ തുടങ്ങും, പിന്നെ ആന്റി പേരിനൊപ്പം ആന്റിന്ന് കൂട്ടി വിളിക്കാൻ തുടങ്ങുന്നു, പിന്നെ അമ്മ. ഒന്ന് നിന്ന് സംസാരിക്കുമ്പോ സ്മാർട്ടായിട്ട് സംസാരിക്കും, അയ്യോ അമ്മക്ക് വയ്യേ ഒന്ന് ഇരിക്കൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഒന്ന് ഡള്ളാവും. നല്ല പ്രായം കഴിഞ്ഞു അതൊക്കെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ഞാൻ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, ചേച്ചി ആന്റി എന്ന് വിളിക്കുമ്പോൾ തന്നെ അതിനാണ് ആന്റിന്ന് വിളിക്കുന്നത്, പ്രായമായോ പ്രശ്നമാക്കുന്നുണ്ട്. അതൊക്കെ മനുഷ്യരുടെ അവർക്ക് സ്വയം ഒരിക്കലും താഴ്ന്നു പോകാൻ അല്ലെങ്കിൽ പ്രായമായി എന്ന് ചിന്തിക്കാൻ വയ്യ, അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. എല്ലാം കൂടെ വരുമ്പോഴുള്ള ഒരു വട്ടെന്ന് പറയാം. തീർച്ചയായിട്ടും. പക്ഷെ അതാണ് ഓരോ ഘട്ടത്തെയും നമ്മൾ സന്തോഷമായിട്ട് സ്വീകരിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പൊ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുള്ള വ്യത്യാസം വരുന്നുണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രായത്തിലുള്ള സ്ത്രീകൾ ആ സമയമാകുമ്പോൾ ഡോക്ടറെ കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകളാവട്ടെ എന്ത് ഹെൽപ്പാണോ അവരിൽ നിന്ന് എടുക്കാൻ കഴിയുന്നത് അവർ സ്വയം എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് നമ്മൾ അവബോധം കൊടുത്ത് ആ സ്ത്രീകളെ അതിന് സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ.